ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ മന്തി റെസിപ്പി ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്റ്റിക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം. അതിനുശേഷം മുഴുവൻ മല്ലി, കുരുമുളക്, ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ഏലക്ക, ഉണങ്ങിയ നാരങ്ങ ഇവയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. അതിലേക്ക് അല്പം വെളുത്തുള്ളിയോട് ചേർത്ത് ഒന്ന് പൊടിക്കാം. അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ചെറുനാരങ്ങ, ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് ഒന്ന് കുഴച്ച് എടുക്കാം. അതിൽ നിന്നും അല്പം മസാല മാറ്റി വെക്കാം. ഈ മസാല ചിക്കനിലേക്ക് പുരട്ടി കൊടുത്ത് ഒരു 3 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബസുമതി റൈസ് ഒരു 3 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീമറിൽ അല്പം ഏറെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് ഒരു 40 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും വേവിക്കാം. ഇതേ വെള്ളത്തിലാണ് നമ്മൾ ഈ റൈസ് വേവിക്കുന്നത്. അതിനായിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കി ഓൾ സ്പൈസസും ഇട്ട് കൊടുത്ത് പച്ചമുളക്, സവാള, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാറ്റി വെച്ചിരുന്ന മന്തി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങ, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന മന്തി മസാലയിലേക്ക് ഉപ്പ്, ഓയിൽ, ഫുഡ് കളർ ഇവ ചേർത്ത് നമ്മൾ ആ ചിക്കനിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ സമയത്ത് റൈസ് വെന്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. ഇതേ സമയം തന്നെ ചോറും വെന്തിട്ടുണ്ടാവും. ചോറ് നല്ല വിട്ടുവിട്ടിരിക്കണം. മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തത് അല്പം ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓപ്ഷനിലാണ് ഫുഡ് കളർ, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ അതിന് മുകളിൽ വെക്കാം. ആ ചിക്കൻ വറുത്ത എണ്ണ അല്പം ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി അതിന് ഒരു സ്മോക്ക് കൊടുക്കാം. ഒരു ചാർക്കോൾ പീസോ അല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ പീസോ കത്തിച്ചതിന് ശേഷം അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒരു 15 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും അതിലേക്ക് നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കല്ലേ.